ഇളയനില എന്ന് പറയുന്ന ഇളയരാജയുടെ ഹിറ്റ് പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. മോഹൻ എന്ന് പറയുന്ന തമിഴിലെ ഒരു കാലത്തെ സൂപ്പർ സ്റ്റാറാണ് ആ ഒരു പാട്ട് സീനിൽ അഭിനയിച്ചത്. എന്നാൽ ശരിക്കും ആ ഒരു സിനിമ, അതിലൊരു കഥാപാത്രം നമ്മുടെ ഒരു മലയാളിയായ ഒരു നടന് വന്ന അവസരമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ഒരു സിനിമ മലയാള എന്താ പറയുക സിനിമ ചരിത്രത്തിൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അതിലൂടെയാണ് ഒരുപാട് പുതിയ താരങ്ങളെ മലയാളത്തിന് ലഭിച്ചത്. ഒന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അപ്പോൾ ആ ഒരു സിനിമയിലൂടെ നായകനായിട്ട് വന്ന ആളാണ് ശങ്കർ. ശങ്കർ എന്ന് പറയുന്ന നടൻ ഒരു കാലത്ത് റൊമാൻറ്റിക് ഹീറോ തന്നെയായിരുന്നു. ഒരു വർഷം 10ഉം 20ഉം സിനിമകളിലൊക്കെ അറ്റ് എ ടൈം 20 സിനിമകളൊക്കെ അഭിനയിച്ചിരുന്ന ഒരു നടനായിരുന്നു. ശങ്കറിന്റെ തുടക്കം ശരിക്കും നമുക്കറിയാം ഒരു തമിഴ് സിനിമയാണ്. ഒരു തലൈരാഗം എന്ന് പറയുന്ന 1980 റിലീസ് ചെയ്ത് അവിടെ 365ഓളം ദിവസം തമിഴ്നാട്ടിൽ ഓടിയ ഒരു സിനിമയാണ്. അന്നത്തെ ഒരു റൊമാൻറ്റിക് സിനിമ തന്നെയാണ്. ശങ്കറുണ്ട്, അതുപോലെ നമ്മുടെ മലയാളിയായ രവീന്ദ്രൻ, ഇവർ രണ്ടുപേരുമാണ് അതിലുണ്ട്. വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ആ സിനിമയിൽ. അപ്പോൾ ശങ്കർ ശരിക്ക് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്ക് രജനീകാന്തും ഒക്കെ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചിറങ്ങിയ ആളാണ് ശങ്കർ. അവിടെ പഠിച്ചിറങ്ങിയ ഒരു ടൈമിൽ തന്നെയാണ് ശങ്കർ നമ്മുടെ ജയന്റെ കൂടെ ശരത്പഞ്ചരം എന്ന് പറയുന്ന സിനിമ, അത് ആ പഠിച്ചിരുന്ന സമയത്താണ് തോന്നുന്നത്. ശരത്പഞ്ചരം 78 ആ സിനിമ റിലീസാവുന്ന ആ ഒരു സമയത്ത് ആ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഒരു തലൈരാഗം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യണത്. ഒരു തലൈരാഗം അവിടെ തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലേക്ക് ഫാസിൽ എന്ന് പറയുന്ന പുതിയ സംവിധായകന്റെ, നമ്മുടെ നവോദയ അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലേക്ക് ശങ്കറിനെയും പൂർണിമേനെയും മോഹൻലാലിനെയും ഒക്കെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഊട്ടിയില കൊടൈക്കനാൽ വരുന്നു അതിന്റെ ഷൂട്ടൊക്കെ. അപ്പോൾ ലാലേട്ടൻ അന്ന് ആർക്കും അറിയില്ല. ലാലേട്ടൻ അതിന് മുമ്പ് ഈ പറഞ്ഞ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ സഞ്ചാരി എന്ന് പറഞ്ഞിട്ട് ജയന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ പക്ഷെ പിന്നീട് 81 റിലീസാവുന്നത്. അപ്പോൾ അന്ന് ലാലേട്ടനും പൂർണിമേനൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇവരൊക്കെ ഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന ഒരു സമയത്ത് ശങ്കറാണ് അന്നത്തെ. അപ്പോൾ ശങ്കറിന് പലപ്പോഴും ഇപ്പം ലാലേട്ടനും പൂർണിമയൊക്കെ പലപ്പോഴും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇവർ എല്ലാവരെയും കൂടി ഒരു വണ്ടിയിൽ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഹോട്ടൽ റൂമിൽ നിന്ന് വണ്ടിയിൽ ഇവർ കയറിയിരിക്കുമ്പോൾ ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് ശങ്കറിനെ കൂടി വന്ന് വിളിക്കും. ശങ്കറിന് കോൾ ഉണ്ട്. അതായത് ശങ്കറിനെ അവിടെ ഒരു തലൈരാഗം ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കറിനെ തമിഴിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ ഷൂട്ട് നടക്കുമ്പോഴും ശങ്കർ ഓൾറെഡി സ്റ്റാറാണ്, അവിടെ തമിഴ് സ്റ്റാറാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ ഇറങ്ങി ഒറ്റയടിക്ക് ഭയങ്കര ഹിറ്റായി. ശങ്കറിന് ഒരുപാട് അവസരങ്ങൾ മലയാളത്തിൽ കിട്ടി. എനിക്ക് തോന്നുന്നു അന്ന് ഞാനവിടെ കേട്ടിട്ടുണ്ട് ഒരേ സമയത്ത് ഒരു 20ഓളം സിനിമകൾ ശങ്കർ സൈൻ ചെയ്തിരുന്നു എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിൽ പടയോട്ടം പോലത്തെ വലിയൊരു സിനിമയും ഉണ്ട്. പടയോട്ടം മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ട് നവോദയ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ നമുക്കറിയാം ലാലേട്ടൻ്റെ അച്ഛനായിട്ടാണ് അതിൽ മമ്മൂക്ക അഭിനയിക്കുന്നത്. അതിൽ പ്രേം നസീർ, മധു, അന്നത്തെ ഒരുവിധം എല്ലാ മെയിൻ സ്ട്രീം താരങ്ങളും യുവതാരങ്ങളും ഒക്കെ ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. വലിയൊരു ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ്. അന്ന് ആ പടത്തിന് ഓൾമോസ്റ്റ് 1 കോടിക്ക് അടുത്തൊക്കെ ചിലവുണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല എൻ്റെ ഒരു ബഡ്ജറ്റിന്. ഒരുപാട് സിനിമ നമ്മുടെ പ്രിയദർശൻ ആ സിനിമയിൽ സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പ്രിയദർശനാണ് അതിൻ്റെ ഒരു അഡീഷണൽ സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിയദർശൻ്റെ ആണ്. അതല്ലേ എനിക്കൊരു ടൈറ്റിൽ പേര് വന്നിട്ടില്ല, പക്ഷേ പ്രിയദർശനാണ് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ കുറേ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ 100-120ഓളം ദിവസങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് മലയാളത്തിൽ പിന്നീട് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയോട് കൂടിയാണ് ഭദ്രൻ സംവിധാനം ചെയ്ത ആ ഒരു സിനിമയിൽ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞുൽ ശങ്കറും മോഹൻലാലുമാണ്. ആ ഒരു സിനിമയോട് കൂടിയാണ് ശങ്കർ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ശരിക്കും ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അപ്പോൾ ശങ്കർ പറഞ്ഞ ആ സമയത്ത് എനിക്ക് തമിഴിൽ കുറേ സിനിമകൾ തമിഴിൽ ശങ്കർ ചെയ്തിട്ടുണ്ട്. 10-20-22 സിനിമകൾ തമിഴിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് കുറേ ഹിറ്റ് സിനിമകൾ തമിഴിൽ നഷ്ടപ്പെട്ടു. കാരണം അവിടെ റൊമാൻറ്റിക് ഹീറോ ആയി, ഇവിടെയും റൊമാൻറ്റിക് ഹീറോ ആണ്. രണ്ടും ഒരേ സമയത്ത് തലൈരാഗവും മഞ്ഞ് വിരിഞ്ഞ പൂക്കളും വിജയിച്ചു. പക്ഷെ തമിഴിൽ ഇവിടുത്തെ പല സിനിമകളുടെ തിരക്ക് കാരണം തമിഴിൽ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ശങ്കറിന് നഷ്ടപ്പെട്ട തമിഴിലെ ഒരു പ്രധാന സിനിമയാണ് പൈനങ്ങൾ മുടിവതില്ലേ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയിൽ ശങ്കറിന്റെ വലിയ നഷ്ടം തന്നെയാണെന്ന് ശങ്കർ പറഞ്ഞു. ശങ്കർ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ആ ഒരു സിനിമയാണ് ഇളയനില എന്ന് പറയുന്ന ഒരു പാട്ട്, മോഹൻ എന്ന് പറയുന്ന, മോഹനെ പിന്നീട് മൈക്ക് മോഹൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയതൊക്കെ എനിക്ക് തോന്നുന്നു തുടക്കം ആ ഒരു പാട്ടാണ്. ആ ഒരു എത്രയോ വർഷം 275 ദിവസമോ 200 ദിവസമൊക്കെയാണ് ആ സിനിമ ഓടിയിട്ടുള്ളത്. ആ സിനിമ ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. പക്ഷെ ഹിന്ദിയിൽ അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷെ മോഹൻ എന്ന് പറയുന്ന ആ ഒരു നടനെയും ആ ഒരു ഇളയനില എന്ന് പറയുന്ന ആ ഒരു പാട്ട്, SPBയുടെ തകർപ്പൻ പാട്ട്, ആ ഒരു പാട്ടും നമ്മളൊന്നും ഒരിക്കലും ഇപ്പോഴും അന്ന് ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾ വരെ ഇന്നത്തെ യുവതലമുറ വരെ കേൾക്കുന്ന അല്ലെങ്കിൽ അവർ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ്. ഇപ്പോൾ മലയാളത്തിൽ ശങ്കറിന് ഒരുപാട് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞായിക്കോട്ടെ, സോമോദേവി ആയിക്കോട്ടെ, ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ ശങ്കറിനെ പാടി അഭിനയിക്കാൻ അല്ലെങ്കിൽ ഗാനരംഗങ്ങൾ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ തമിഴിൽ ഇങ്ങനെ ഒരു ഹിറ്റ്
ശങ്കറിന് നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ശങ്കറായിരുന്നു ആ ഒരു രംഗത്ത് അഭിനയിച്ചിരുന്നെങ്കിൽ ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് കുറച്ചും കൂടി സന്തോഷമായേനെ. അപ്പം എന്തായാലും ശങ്കർ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് തന്നെ ഒരുപാട് പറയാനുണ്ട്. നമുക്കറിയാം അദ്ദേഹം പിന്നീട് മാറി, പിന്നീട് വില്ലനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം കിഴക്കുണരും പക്ഷി എന്ന് പറയുന്ന ഒരു സിനിമയും അഭിമന്യു എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അദ്ദേഹം വില്ലനായിട്ടൊക്കെ അഭിനയിച്ചതിനെ കുറിച്ചും അന്ന് അത് വലിയൊരു വാർത്തയായതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം. മോഹൻലാൽ ശങ്കർ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ വലിയ ന്യൂസൊക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഇളയനില എന്ന് പറയുന്ന ഒരു പാട്ട് ശങ്കറായിരുന്നു പാടി അഭിനയിച്ചിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുമെന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളോട് നിങ്ങൾ ഷെയർ ചെയ്യാം.